വെൽക്കം ബാക്ക് ടു കെറ്റ്ൽ ആൻഡ് ക്രാഫ്റ്റ്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. കുറേ നാളുകൾക്ക് ശേഷം എനിക്ക് കരിമീൻ കിട്ടി ഡൽഹിയിൽ. ഞാൻ നാട്ടിൽ വരുമ്പോഴാണ് കഴിക്കുന്നത്. അപ്പോൾ കരിമീനും കപ്പയും കൂടി കിട്ടിയപ്പോൾ പഴങ്ങഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കരിമീൻ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ചട്ടി അടുപ്പ് വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് ഇട്ടു, ഉലുവ ഇട്ട് പൊട്ടിയതിന് ശേഷം നമ്മൾ കുറച്ച് സവാളയൊന്ന് അരിഞ്ഞിടുക. കൊച്ചുള്ളി ആണെങ്കിൽ ഏറ്റവും നല്ലത്. എനിക്കിപ്പോൾ കൊച്ചുള്ളി എൻ്റെ കയ്യിലില്ല. പച്ചമുളക് ഇട്ടതിന് ശേഷം നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു തക്കാളിയും കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നമുക്കിനി ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം എരിവുള്ള മുളക് പൊടി, കാശ്മീരി ചില്ലിപ്പൊടി ഓരോ സ്പൂണ്, അര സ്പൂൺ മല്ലിപ്പൊടി, ഉപ്പ്, അതേപോലെ തന്നെ ഉലുവാപ്പൊടി ഇത്രയും ഇട്ടതിന് ശേഷം നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നേരത്തെ പുളി നമ്മളൊരു കപ്പിൽ ഇട്ട് വയ്ക്കണം. ആദ്യം ഫസ്റ്റ് ഒന്ന് കഴുകിക്കളയുക. അതിന് ശേഷം രണ്ടാമതുള്ള പുളിയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ആ പുളിവെള്ളവും കൂടി നമ്മൾ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് ചെറുതായിട്ട് തിളച്ച് വരുന്ന സമയം നോക്കിയിട്ട് നമുക്ക് ഒന്നാം പാൽ, നല്ല കട്ടിയുള്ള കുറുകിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് കരിമീൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇനി നമുക്കൊന്ന് കരിമീൻ പോലെ ഇങ്ങനെയുള്ള വലിയ മീനുകൾ ചെയ്യുമ്പം ഒന്ന് തിരിച്ച് പയ്യെ കൊടുക്കണം. ഞാൻ തവിയും കൊണ്ട് തന്നെ മാറ്റാൻ നോക്കി, പക്ഷെ പറ്റുന്നില്ല. അപ്പോൾ ഒരു ചെറിയൊരു സ്പൂൺ എടുത്തിട്ട് ഉടയാതെ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ മീൻ നല്ലതായിട്ട് വറ്റുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് വാങ്ങി വയ്ക്കുക. അപ്പം നമ്മുടെ മീൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കപ്പ കിട്ടിയിരുന്നു. ഞാനിങ്ങനെ കപ്പ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ കുക്കറിലാണ്. കപ്പ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെയാണ് അരിഞ്ഞ് നല്ലതായിട്ട് കഴുകിയതിന് ശേഷം ആദ്യം കുക്കറിൽ ഒന്നും വിസിൽ വെക്കാതെ ഉപ്പ് ഇട്ടിട്ട് അത് ഊറ്റിക്കളയും. തിളച്ച് കഴിയുമ്പോൾ ഊറ്റിക്കളയും. അതിന് ശേഷം രണ്ടാമത് ഒരു 3 വിസിലടിച്ചതിന് ശേഷം ഊറ്റിയതിന് ശേഷം ഇതേണ്ട നമ്മുടെ കപ്പ റെഡിയായി. അപ്പോൾ നമ്മൾ തേങ്ങയും കൂടി ഇട്ടതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കുക. ഒഴിച്ച് ഇതുപോലെ ഒരു തുടുപ്പെന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത്, തുടപ്പ്. അപ്പോൾ അതും കൊണ്ട് ഒന്ന് നല്ലതായിട്ട് ഇളകി കൊടുക്കും. ഞങ്ങളുടെ നാട്ടിൽ എല്ലാവരും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോരുമ്പം എപ്പോഴും ഇതുപോലൊരു കമ്പ് നമ്മുടെ കയ്യിൽ കാണും. ഇതുപോലെ ചക്കയോ പിന്നെ കപ്പയൊക്കെ കിട്ടുമ്പോൾ ഞങ്ങൾ ഇതുകൊണ്ടാണ് ഇളക്കുന്നത്. പത്തനംതിട്ട സൈഡിലെല്ലാം ഇങ്ങനെയാണ് ചെയ്യുന്നത്. കൂടുതലും തെക്കരൊക്കെ ഇങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ കപ്പ ഏകദേശം റെഡിയായി. ഇനി ഞാൻ വിചാരിച്ചു പഴങ്കഞ്ഞി കുടിക്കാമെന്ന്. അപ്പോൾ ചോറുണ്ടായിരുന്നു, കപ്പ ഇട്ടു. ഞാൻ കാന്താരി ചട്നി ഉണ്ടാക്കി വെച്ചു. കാന്താരിയും കൊച്ചുള്ളിയും കൂടി ചേർത്ത് ചതച്ച് വെച്ചിരുന്നു, അതും ഇട്ടു. ചമ്മന്തി അരച്ച് വെച്ചിരുന്നു, തൈരും ഒഴിച്ചു, മീൻകറിയും കൂട്ടി അടിപൊളി ഒരു ഹെൽത്തി പഴങ്കഞ്ഞി. പണ്ടൊക്കെ
എൻ്റെ തെക്കർക്ക് 4 മണിയാകുമ്പോൾ ഇതായിരുന്നു ഒരു കഴിക്കുന്നത്. എനിക്ക് തോന്നുന്നു പണ്ടൊന്നും വലിയതായിട്ടൊന്നും അസുഖങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ എല്ലാവരും കടകളിലൊക്കെ അല്ലേ പോയി കഴിക്കുന്നത്. അതിന് പകരം നമ്മുടെ വീട്ടിൽ കഴിക്കാൻ പറ്റാവുന്ന ഒരു കാര്യമാണ്. നല്ലതാണ്. പക്ഷെ ഇത് കഴിച്ചാൽ മാത്രം പോലെ നല്ലതായിട്ട് എക്സസൈസോ നടക്കുകയോ ഒക്കെ ചെയ്യണം. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഒരു നാടൻ ഫുഡ്. ഇതൊക്കെ പോയി എല്ലാവരും ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കും. പക്ഷെ നമ്മുടെ വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്കിതിനകത്ത് മായോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മുടെ കയ്യിൽ എന്തൊക്കെ കിട്ടുന്നു അതേപോലെ തന്നെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് കൊടുക്കാൻ നല്ലതാണ്. വയറ് നല്ല സുഖമായിരിക്കും. ഞങ്ങളുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ വൈകിട്ട് കുറച്ച് ചോറിട്ടിട്ട് അതിനകത്ത് കൊച്ചുള്ളി ചതച്ചിടും. അത് വയറിന് നല്ലതാണ്, വയറുവേദനയ്ക്കുമൊക്കെ. അപ്പോൾ കുറേ നാളുകളായി ഞാനിങ്ങനെ റെസിപ്പി ഇട്ടിട്ട്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ, സീ യു.